ഹലോ എവരിവൺ, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോക്ലേറ്റ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചോക്ലേറ്റ് കേക്ക് നമ്മളാണെങ്കിൽ നോർമലി ഉണ്ടാക്കുന്ന കൂട്ടല്ല. ഇന്ന് ഇതിനെ നമ്മളാണെങ്കിൽ പ്രോപ്പർ ഹാർട്ട് ഷേപ്പ് എങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നതെന്ന്, സർക്കിൾ കേക്കിന് ഹാർട്ട് ഷേപ്പ് എങ്ങനെ കൊടുക്കുക നമ്മളതും കാണും. പിന്നെ ഇതിന് വേണ്ടിയായിട്ട് നമ്മളാണെങ്കിൽ ക്രീമിൽ ഒത്തിരി കളറൊന്നും ആഡ് ചെയ്യാതെ പ്രോപ്പർ റെഡ് കളർ നമ്മൾ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് അത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഏറ്റവും ഞാൻ കാണിക്കുന്നത് ശ്രദ്ധിക്കുക. ബോർഡിനകത്ത് ഞാനാണെങ്കിൽ ഒരു സ്ഥലത്താണെങ്കിൽ എക്സ്ട്രാ സ്ഥലം അധികം കൊടുത്തിട്ടുണ്ട്, ഒരു സ്ഥലത്ത് കുറച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് ഫുള്ളായിട്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ അങ്ങനെ പറഞ്ഞതെന്ന്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്കാണെങ്കിൽ 3 ലെയേഴ്സായിട്ട് സ്പഞ്ച് കട്ട് ചെയ്യാം. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക, ഷുഗർ സിറപ്പ് സോക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ക്രീമിനകത്ത് ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ക്രീം കൊണ്ട് സ്പ്രെഡ് ചെയ്തേക്കുന്നത്. പിന്നെ അതിന് മേടിൽ കൂടെ എക്സ്ട്രാ ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചോക്കോ ചിപ്സും ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വേണം എല്ലാ ലെയറും നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ക്രീമിൽ നമ്മൾ ഒത്തിരി കളറൊന്നും ആഡ് ചെയ്യാതെ എങ്ങനെ പ്രോപ്പർ റെഡ് കളർ നമ്മളൊന്ന് കൊണ്ടുവരുന്നത് അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ക്രീമിൽ ഒത്തിരി റെഡ് കളറൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ബിറ്റർ ടേസ്റ്റ് വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതങ്ങനെ വരാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമർ എങ്ങനെ നമുക്ക് ഫോട്ടോ അയച്ചു തന്നതിന് സെയിം അവർക്ക് അതുപോലെ തന്നെ വേണമെന്നായിരുന്നു നിർബന്ധം. അപ്പോൾ അതുപോലെ നമ്മളത് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഈ കളറാണെങ്കിൽ നമുക്ക് ഒത്തിരി വായിലൊന്നും ഒട്ടുവോ അല്ലെങ്കിൽ ഒത്തിരി ഇതൊന്നും വരാത്ത രീതിയിൽ നമ്മളങ്ങനെ ചെയ്യുന്ന കേട്ടോ. നമുക്ക് വേണ്ടെങ്കിൽ മേളിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടാണെങ്കിൽ നമുക്ക് ഉള്ളിൽ കഴിക്കാവുന്നേ ഉള്ളൂ. മറ്റേ നമ്മൾ ക്രീമിൽ ആഡ് ചെയ്യുവാണെങ്കിൽ പിന്നെ മൊത്തം ഫുള്ളായിട്ട് ക്രീം എടുത്ത് കളയേണ്ട ആവശ്യം വരും. ഇത് നമുക്ക് അങ്ങനെ വരത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം മുന്നോട്ട് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, യൂസ് ആവുമെന്ന് തോന്നുവാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അതിൽ നല്ലത് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. പിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലാസ്റ്റ് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം. പിന്നെ എന്തൊക്കെയാണ് മുന്നോട്ട് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങളെന്നെ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അതായത് ക്രം കോട്ടൊക്കെ ചെയ്ത് നമുക്കൊരു അരമണിക്കൂർ സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറത്തേക്ക് നമുക്ക് സെറ്റ് ആവാനായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അതിന് ശേഷം നമുക്ക് ഹാർട്ട് ഷേപ്പ് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതേ കണ്ടിലെത്തി ഞാൻ ഒരു അരമണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് ആദ്യം നമുക്കിത് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ സൈഡ് രണ്ടും വരത്തില്ലേ, ആ സൈഡ് നമ്മൾ ഏത് ഭാഗത്താണ് കുറച്ച് സ്ഥലം വെച്ചതെന്ന് വെച്ചാൽ അവിടെ നിന്ന് കട്ട് ചെയ്യണേ. മറന്നുപോലും ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ എക്സ്ട്രാ സ്ഥലം കൊടുത്തിട്ടില്ലേ, അവിടോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് മോൾഡ് ഇല്ലാതെ ആണെങ്കിൽ നമുക്ക് പ്രോപ്പർ ഹാർട്ട് ഷേപ്പ് നമുക്ക് ഇതുപോലെ കൊണ്ടുവരാൻ പറ്റും. അപ്പം നമ്മൾ ഹാർട്ട് ഷേപ്പിന് കേക്ക് മോൾഡ് നമ്മൾ ഉണ്ടാക്കുവാണെങ്കിലും ഇത്രയും ഇതായിട്ട് ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. അതിലും ഫിനിഷായിട്ട് നമ്മൾ ഇതുപോലെ കിട്ടും. പിന്നെ സൈഡിൽ കൂടെ ആ നടുക്ക് ഭാഗമില്ല, അവിടെ ഒരു വി ഷേപ്പിൽ പോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ശരിക്കും നമുക്ക് ഹാർട്ട് ഷേപ്പ് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഹാർട്ട് ഷേപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റി. അപ്പോൾ ഇനി നമുക്കാണെങ്കിൽ പിങ്ക് കളർ ക്രീമും കൊണ്ട് ഒത്തിരി കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല, പറഞ്ഞില്ലേ ലൈറ്റായിട്ടുള്ള കളറേ ആഡ് ചെയ്യുന്നുള്ളൂ. ലാസ്റ്റ് നമ്മൾ ശരിക്കും അതിന് നല്ലൊരു റെഡ് കളർ നമ്മൾ കൊണ്ടുവരും. അപ്പോൾ ഈ ഡിസൈൻ അവർ തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് തന്നതാണ് കേട്ടോ. അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. അവർ നല്ലൊരു റിവ്യൂ ആയിരുന്നു എനിക്ക് തന്നതിന് വേണ്ടിയായിട്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ നല്ലതായിട്ട് അഭിപ്രായം തോന്നുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. എപ്പോഴും വീണ്ടും പറയുന്നത്, നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ കാണുന്നുണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യാറുമില്ല, ലൈക്ക് ചെയ്യാറുമില്ല. പ്ലീസ് പറ്റുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. അപ്പോൾ അതേ കണ്ടിട്ട് നന്നായിട്ട് ഫിനിഷ് ചെയ്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കാണുമ്പോൾ എത്ര പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. സിമ്പിളല്ല കേട്ടോ. ഞങ്ങൾ ഒത്തിരി സമയം എടുത്ത്, ഞങ്ങൾ ഒത്തിരി എഫേർട്ട് എടുത്ത് ഞങ്ങളിത് ചെയ്യുന്നത്. വീഡിയോസ് ഉണ്ടാക്കുന്ന, കേക്ക് റെഡിയാക്കുന്ന എല്ലാം കൂടെ ഒത്തിരി പണികൾ അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളാണെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യുകയാണെങ്കിൽ, നിങ്ങളൊരു ലൈക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും കൂടെ മോട്ടിവേഷൻ കിട്ടത്തേ ഉള്ളൂ. അതുകൊണ്ട് പ്ലീസ് പറ്റുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് ഒത്തിരി പറഞ്ഞു അല്ലേ, നിങ്ങൾ വിചാരിക്കുന്നത് എന്തായിരുന്നു ഇത്ര അധികം പറയുന്നതെന്ന്. നിങ്ങളാരും സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട്, ലൈക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ഒന്ന് കാണണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണണം കേട്ടോ പ്ലീസ്. ഞാൻ പറയുന്ന മലയാളത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, കുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞങ്ങൾ അന്യനായിട്ട് താമസിച്ച് ചെറുപ്പം മുതലേ ഇവിടെ താമസിച്ച് ഞങ്ങൾക്ക് മലയാളമൊക്കെ പറയാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്, നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കല്ലേ. അപ്പോൾ അതേ നമ്മളാണെങ്കിൽ അത് ഷേപ്പൊക്കെ നന്നായിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഓപ്പൺ സ്റ്റാർട്ട് ടിപ്പ് നോസിൽ വലിയ നോസിലാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. മൊത്തം സർക്കിളായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ പോയിൻറ്റ് ലാസ്റ്റ് വരത്തില്ലേ, ആ പോയിൻറ്റ് അതുപോലെ ടച്ച് ആവത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് സൂക്ഷിച്ച് വേണേ ചെയ്യാൻ. രണ്ട് സൈഡിലും ചെയ്യണം. നമ്മൾ ആദ്യം ഒരു സൈഡ് ചെയ്തു, പിന്നെ ഇപ്പുറ സൈഡിൽ നിന്ന് പിന്നെ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ 2 പോയിൻറ്റും കൂടെ ഒരുമിച്ച് ആവത്തേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി നമുക്കാണെങ്കിൽ ചെറിയ നോസിലെടുക്കാം. ഈ ഓപ്പൺ സ്റ്റാർട്ടിങ് നോസിൽ തന്നെയാണ് എടുക്കുന്നത്, ചെറുത് നോസിലാണ് എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ബോർഡർ ഡിസൈൻ നമുക്ക് കൊടുക്കാം. അതിന് ശേഷമാണ് അതിൻ്റെ ഇടയ്ക്കുന്നൊരു ഡിസൈനുണ്ട്, അത് നമ്മൾ ലീഫ് നോസിലില്ലേ, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. ലീഫ് നോസിൽ നിങ്ങളുടെ ഇല്ലെങ്കിലും നമുക്കാണെങ്കിൽ ഇതേ പൈപ്പിംഗ് ബാഗൊക്കെ വി ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ആ നോസിലും കൊണ്ട് വി ഷേപ്പ് ചെയ്തിട്ട് നമുക്കാണെങ്കിൽ ഇതുപോലെ ലീഫ് വരയ്ക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതേത് കണ്ടില്ലേ, ഇതും വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ലീഫൊക്കെ വരച്ച് കൊടുക്കാം. പിന്നെ അവിടെ ഒരു ഓപ്പൺ സ്റ്റാർട്ടിങ് നോസും കൊണ്ട് അതിൻ്റെ മേളിൽ കൂടെ ഒരു ബോട്ടം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അതെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ക്രീം ഇങ്ങനെ വരും ഫിനിഷിങ് വരുന്നില്ലെന്ന് തോന്നുവാണെങ്കിൽ നോസിലൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കണേ. എന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം എപ്പോഴും നമുക്ക് ചെയ്യാൻ. എന്നാലും നല്ല അടിപൊളിയായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് ഡിസൈൻ നമുക്ക് എടുത്ത് കാണിക്കത്തേ ഉള്ളൂ. അപ്പോൾ അതേ കണ്ടില്ല ഞാൻ എല്ലാ സൈഡും നിങ്ങൾ തോന്നുന്നുണ്ടായിരിക്കും ഇപ്പോൾ ഇച്ചിരി ഡാർക്ക് കളറായിട്ട് തോന്നുന്നത്. അതാണ് അത് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച ക്രീമില്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നത്. അത് വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ, ചോക്ലേറ്റ് ഗനാഷുള്ള ക്രീം തന്നെ ഇല്ലയോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത് റെഡ് കളർ ഇതിൻ്റെ മേളിൽ കൂടെ നമ്മൾ ആക്കുമ്പോൾ ഉണ്ടല്ലോ അതെല്ലാം നമുക്ക് മനസ്സിലാവാത്തില്ല നമ്മൾ ഏത് കളറാണ് ആഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി ഒന്നും ടെൻഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് ഇന്ന് മൊത്തം ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വലിയ നോസിലില്ലായിരുന്നു ഓപ്പൺ സ്റ്റാൻഡിങ് നോസിൽ, അതും കൊണ്ട് ഒരു ഇടയ്ക്കിടയ്ക്ക് ഇതേ നമ്മൾ ജോയിൻറ്റ് ചെയ്തേക്കുന്നില്ലേ ഇങ്ങനെ ആ ജോയിൻറ്റ് ഭാഗത്ത് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡിസൈൻ വർക്കിൽ നമ്മുടെ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മളാണെങ്കിൽ റെഡ് കളറിൽ നമ്മൾ ഡസ്റ്റ് ഇല്ലേ ഇതേ അതുകൊണ്ട് ഡസ്റ്റും കൊണ്ട് ഇതുപോലെ ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുകൊണ്ട് കുറച്ച് ചെയ്താൽ മതി കേട്ടോ. നല്ല പ്രോപ്പർ നല്ല ഡാർക്ക് ഷെയ്ഡ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചാണെങ്കിൽ വൈറ്റ് സ്പ്രിങ്കിൾസും ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ബട്ടർഫ്ലൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഹാപ്പി ആനിവേഴ്സറി എന്നുള്ള ടോപ്പറും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്.